മലബാറിലെ ഒരു ആവറേജ് മുസ്ലിം വെഡിങ് ഈവ് കണ്ടാലോ ഇന്ന്? അതെ, ഇന്ന് ഞങ്ങളെ കൂടെ പഠിച്ച പയ്യന്റെ കല്യാണാണ്. ഞങ്ങളെല്ലാരും നേരത്തെ കാലത്തെ അവിടെ എത്തിയെങ്കിലും അവിടെ ആരും വന്നിട്ടില്ലാത്തോണ്ട് കുറച്ചധികം നേരം ഞങ്ങൾ കാറിൽ തന്നെ കൂടെ പഠിച്ച പലർക്കും കല്യാണം കഴിഞ്ഞു, കുട്ടികളുമായി. പക്ഷെ നമ്മളെല്ലാരും ഒത്തുകൂടുന്ന ഒരു ബോയിന്റെ കല്യാണം ഇത് ആദ്യം. പയ്യന്മാരെല്ലാരെയും മഞ്ഞയിൽ കുളിപ്പിച്ചത് ലാലു ആണ്. ഇവരുടെ രണ്ടാളെയും കല്യാണം എന്നതിനപ്പുറം നമ്മൾ ഒരുമിച്ച് പഠിച്ചവരുടെ ഒരു മീറ്റപ്പ് ആയിട്ടാണ് സത്യം പറഞ്ഞാൽ ഇതിനെ ഞങ്ങൾ കണ്ടത്. ഞങ്ങൾക്ക് എല്ലാവർക്കും അവിടെ പോയി ഒരുടെ കൂടെ തുള്ളണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിൽ ആദ്യത്തെ കുറച്ച് നേരത്തേക്ക് ഞങ്ങളുടെ എല്ലാവരുടെയും ഇൻട്രോവേർട്ട് മോഡ് ആയിരുന്നു ഓണായി കടന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇവർക്ക് ഡാൻസ് കളിക്കുന്നത് കണ്ടു നിൽക്കാനാണ് ഞങ്ങൾക്ക് കുറച്ചു നേരത്തിന് പറ്റിയത്. ഇതിൽ കുറെ ആളുകളെ വർഷങ്ങൾക്ക് ശേഷമാണ് ഞാൻ കാണുന്നത്. എന്റെ താടി മുടിയൊക്കെ ചോന്നു എന്നുള്ളത് ഇന്നാണ് ഞാൻ അറിയുന്നത്. ഒരു സെറ്റ് തുള്ളി കഴിഞ്ഞപ്പോ എല്ലാവർക്കും വിശപ്പിന്റെ വിളി വന്നിട്ടുണ്ടായിരുന്നു. മലബാർ സൈഡിലെ കല്യാണ ബിരിയാണിനെ പറ്റി ഞാൻ എടുത്തു പറയേണ്ട കാര്യമില്ലല്ലോ. അതൊക്കെ കഴിഞ്ഞപ്പോക്കിന് സാവധാനം ഞങ്ങളുടെ എക്സ്ട്രോവേർട്ട് മോഡ് ഓണായി തുടങ്ങി. ഇതിന്റെ ഭാഗമായിട്ടാണ് ഓഡിറ്റോറിയത്തിന്റെ ഒത്ത് നടക്കുള്ള മൂച്ചിമെന്ന് മാങ്ങ തിന്നാൻ ഞങ്ങൾക്ക് പൂതി. എന്നാലും കൊമ്പൊന്നൊടിക്കുന്നു ഞാൻ പ്രതീക്ഷിച്ചിട്ടുണ്ടായില്ലേ. ഞങ്ങളെ കൊണ്ട് കൂട്ടിയ കൂടൂലെന്ന് അറിഞ്ഞപ്പോ സഹായിക്കാനായിട്ട് വീണ്ടും ലാല് വന്നിട്ടുണ്ടായി. അങ്ങനെ ബിരിയാണിന്റെ പുറത്ത് പച്ചമാങ്ങയും കൂടി തിന്നിട്ടാണ് ഞങ്ങൾ രണ്ടാമത് ഓടിച്ചോർത്ത് കയറി. ചെക്കന്റെ പെങ്ങന്മാരൊക്കെ ഇങ്ങനെ ഡാൻസ് കളിക്കണം കണ്ടപ്പോ ഞങ്ങൾക്കും ഒരു ഉൾവിളി വന്നു. ഞങ്ങളെല്ലാരും പ്രൊഫഷണൽ ഡാൻസേഴ്സ് ആയതുകൊണ്ട് പെട്ടെന്ന് ഒരു ഡാൻസ് തട്ടിക്കൂട്ടാൻ ഞങ്ങൾ ഈ ചെങ്ങായി ഇത്ര എക്സ്ട്രോവേർട്ട് ആയ വിവരം ഞാൻ അറിഞ്ഞിട്ടുണ്ടായില്ല. പിന്നെ ഞങ്ങൾ എല്ലാരും കൂടെ ഡാൻസിന്റെ പ്രാക്ടീസ് തുടങ്ങി. ഒരുവിധം എല്ലാരും പോയി തുടങ്ങിയപ്പോഴാണ് ഞങ്ങൾ കളിക്കാൻ തീരുമാനിച്ചത്. ആൻഡ് വി ഗേവ് ആൻ എക്സലന്റ് പെർഫോമൻസ് ഔട്ട് ദേർ. കണ്ടു നിന്നവരുടെ കണ്ണു തള്ളുന്ന ഡാൻസ്. ദിസ് വെഡിങ് വിൽ റിമൈൻഡ് ആസ് എ സ്വീറ്റ് മെമ്മറി ഇൻ മൈ ഹാർട്ട്. ഞങ്ങളുടെ ഡാൻസ് നിർത്താൻ വേണ്ടിയിട്ട് അവിടെ അവസാനം ലൈറ്റ് ഓഫ് ചെയ്യേണ്ടി വന്നു.